ആര് തന്നെ വിശ്വാസി സമൂഹത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും അവിടെ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. ആരാധനാകർമ്മമാണ് ബലികർമ്മം. ആ ബലികർമ്മം ബദരീങ്ങളുടെ പേരിലേക്ക് ഇവിടെ വഴിമാറി പോകുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു ശിർക്കായ ഒരു നടപടിക്രമമാണ് അത്. അതിനാണ് ആളുകൾ ഉസ്താദുമാർ പറയുമ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ അതിനു വേണ്ടി ആളുകൾ മൃഗങ്ങൾ നൽകുന്നു, എന്നിട്ട് അത് ബലിയറക്കുന്നു, ആ മാംസം ഭക്ഷിക്കുന്നു. അത് വലിയ അപരാധമാണ് ഇസ്ലാമികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ. റമദാനിൽ കൂടുതൽ അതിൻ്റെ ആദ്യ പകുതി പിന്നിട്ട് കഴിഞ്ഞാൽ കൂടുതൽ ചർച്ചയാകുന്നതും വിശ്വാസികൾ ഏറെ ഓർക്കുന്നതും അയവിറക്കുന്നതുമായ ചരിത്രമാണ് ബദറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ബദറിൽ നിന്നൊരു വിശ്വാസികൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങളും അതുപോലെ തന്നെ ഒരു വിശ്വാസിക്ക് ബദർ നൽകുന്ന ഊർജ്ജവും എല്ലാം ഉണ്ട്. അതോടൊപ്പം ആ ബദറിൻ്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനൊന്നും തന്നെ പരിചയമില്ലാത്ത രീതിയിലുള്ള അനാചാരങ്ങളും പ്രചരണങ്ങളും അതുപോലെ തന്നെയുള്ള പ്രചരണങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ രണ്ട് വശവും ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ചർച്ചയിലൂടെ നമ്മൾ ചർച്ചക്കെടുക്കുകയാണ്. ഒന്നാമതായി ബദറിൽ നിന്ന് ഒരു വിശ്വാസി ഉൾക്കൊള്ളേണ്ട ഊർജ്ജവും സന്ദേശവും എല്ലാം ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഷബീബ് സ്വലാഹി ഉസ്താദ് അത് വിശദീകരിക്കും. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറൻ അമ്മാ ബഅദ്. വിശ്വാസികൾക്ക് വലിയ സമാധാനം നൽകുന്ന ചരിത്രമാണ് ബദറിൻ്റെ ചരിത്രമെന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശ്വാസികളുടെ എണ്ണമോ അതല്ലെങ്കിൽ അവരുടെ അടുത്തുള്ള ആയുധബലമോ അല്ല യഥാർത്ഥത്തിൽ അവരുടെ വിജയത്തിൻ്റെ നിദാനം എന്നതാണ് ബദർ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒരിക്കലും ഒരു യുദ്ധം മുമ്പിൽ കണ്ടുകൊണ്ട് ബദറിലേക്ക് പുറപ്പെട്ടിട്ടില്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആട്ടിയോടിക്കപ്പെട്ടൊരു സമൂഹം, അവരുടെ സ്വത്തും സമ്പത്തുമൊക്കെ മക്കയിൽ പിടിച്ചു വെക്കുകയും അവർ അധ്വാനിച്ചുണ്ടാക്കിയ എല്ലാ കാര്യങ്ങളും അവരെ തൊട്ട് തടയുകയും ചെയ്ത് ആ മുതലുപയോഗിച്ച് അതിൽ ലാഭമുണ്ടാക്കി വീണ്ടും അവർ മറ്റൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ അവിടെയും പ്രയാസങ്ങൾ ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ അതിൻ്റെ ഭാഗമായി തുടരുന്നു എന്ന് ബോധ്യമായപ്പോഴാണ് ആ സ്വത്തുമായി കച്ചവടം ചെയ്ത് തിരിച്ചു പോകുന്ന യാത്രാ സംഘത്തെ വഴിയിൽ വെച്ച് തടഞ്ഞ് ആ സ്വത്ത് വീണ്ടെടുക്കുക എന്നത് മാത്രമാണ് അവരതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം അതായിരുന്നില്ല. ആ യാത്രാ സംഘം അവർ അള്ളാഹുവിൻ്റെ ഖദർ, അവർ യാതൊരു പ്രയാസമില്ലാതെ അവർ രക്ഷപ്പെട്ട് മക്കയിലെത്തി. പക്ഷേ അവർ തടയപ്പെടാൻ കാരണമായേക്കാം, അതല്ലെങ്കിൽ അവർ തടയപ്പെട്ടേക്കാം എന്ന് ഭയപ്പെട്ട് അവർ വാർത്ത നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ മക്കയിൽ നിന്നും അവരെ സംരക്ഷിക്കുവാനും മുസ്ലിമീങ്ങളോട് പ്രതികാരം വീട്ടാൻ അതൊരു അവസരമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അഹങ്കാരവും ആയുധവും എല്ലാം അങ്ങേയറ്റമുള്ള ആളുകളാണ് എന്താക്കുന്നത് ഈ ഒരു ചെറു സംഘത്തെ നശിപ്പിക്കുവാൻ വേണ്ടി വരുന്നത്. ഇവിടെ നമുക്ക് വിശ്വാസികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ധൈര്യം എന്നുള്ളത്, ആര് തന്നെ വിശ്വാസി സമൂഹത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും അവിടെ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. അഥവാ രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനു ഇൻ തൻസുറുല്ലാഹ, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ, യൻസുറുക്കും, അള്ളാഹു നിങ്ങളെ സഹായിക്കും. മാത്രമല്ല വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ കാലുകൾ അള്ളാഹു ഉറപ്പിച്ച് നിർത്തുകയും ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് അള്ളാഹുവിനെ നമ്മൾ സഹായിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതായത് ബിൽ ഖിയാമി ബി ദീനിഹി വദ്ദഅവതി ഇലൈഹി. അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചൊരു ദീനുണ്ട്. ആ ദീനിനെ നമ്മളിൽ നിലനിർത്തുകയാണ് വേണ്ടത്. ആ ദീനിലേക്ക് ആളുകളെ നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് ക്ഷണിച്ചു കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുക. അഥവാ അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ഇബാദത്തുകളെ അതിൻ്റെ മുറപ്രകാരം ജീവിതത്തിൽ നിലനിർത്തി ആ കാര്യത്തിലേക്ക് സത്യസന്ധമായി കൊണ്ട് ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ അള്ളാഹു എന്തായിരുന്നാലും സഹായിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ മുമ്പിൽ ഇനി എത്ര വലിയ ആയുധങ്ങൾ ആയിട്ട് ആര് വന്നാലും കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഈ ആയുധങ്ങൾ അത് അതിൻ്റെ കൃത്യതയോട് കൂടി പ്രവർത്തിക്കണമെങ്കിൽ അള്ളാഹിൻ്റെ തീരുമാനം ഉണ്ടാകണം. അതാണ് ഇതിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പാഠം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതോടൊപ്പം തന്നെ നമ്മളൊക്കെ വിശ്വാസികളാണ്, ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളൊന്നും ദഅവത്ത് ചെയ്യാത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് മാറിയിരുന്നിട്ടുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ ഒരു സ്ഥലം തിരഞ്ഞെടുത്തു.
ആ സ്ഥലം തിരഞ്ഞെടുത്ത സമയത്ത് സഹാബികളുടെ കൂട്ടത്തിൽ ചില ആളുകൾ വെച്ചു, നബി ഇത് അങ്ങയുടെ തീരുമാനമാണോ അതല്ല അല്ല പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണോ? അല്ല പറഞ്ഞതാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് അതിൽ അപ്പീലില്ല, കാരണം ഞങ്ങളെ ബുദ്ധിക്ക് യോജിക്കോ ഇല്ല എന്നുള്ളതൊന്നും നമ്മൾ എന്താക്കണില്ല. അതേസമയത്ത് അങ്ങയുടേതാണെങ്കിൽ സ്വാഭാവികമാണ് ഇതിൽ ചില പ്രശ്നങ്ങളുണ്ട്, നമ്മളിവിടെ എന്നാലും ഇന്നും കാര്യങ്ങളുണ്ട്, എന്നാൽ കുറച്ചും അപ്പോൾ അതിൻ്റെ കുന്നിൻ്റെ മുകളിലേക്കാണ്ട് നമ്മളെ ടെൻറ്റ് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് കുറേ ലാഭങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ ഇതിൻ്റെ തീരുമാനമാണ്. അപ്പോൾ ഒരു മുഷാവറ, ആ മുഷാവറ ഉണ്ടായി. ആ മുഷാവറയുടെ തീരുമാനപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വാഭാവികമായിട്ട് നബി എടുത്തിരുന്ന തീരുമാനത്തിൽ നിന്ന് മാറിയിട്ട് മറ്റൊരു ഭാഗത്തേക്ക് മാറി. അപ്പോൾ മുഷാവറകൾ ഒരു വലിയ സംഭവമാണ്. ഇന്ന് മുസ്ലിം സമൂഹത്തിലെ പല ആളുകളും ഈ മുഷാവറകൾക്ക് വലിയ പ്രാധാന്യം നൽകാത്തത് കൊണ്ട് തന്നെ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയും. എന്നിട്ട് ആ അഭിപ്രായത്തിൻ്റെ പേരിൽ കുറേ ഫിർക്കകളുണ്ടായി അങ്ങനെ ഭിന്നിച്ച് പോകുന്നത് കാണാൻ പറ്റും. ഒരു മൂലരും ആ മൂലയുടെ കീഴിൽ കുറച്ച് ആൾക്കാരും, ഓൽക്കൊരു ദിവസം പെരുന്നാൾ, മറ്റൊരു വേറെ ദിവസം പെരുന്നാൾ, വേറൊരു നോമ്പ്, വേറൊരു പെരുന്നാൾ, എന്നിട്ട് എൻ്റെ മറ്റൊരു അംഗീകരിക്കണമെങ്കിൽ ഓനക്കെതിരെ ശാപപ്രാർത്ഥന, ഇങ്ങനെ കുറേ ഏർപ്പാടായിട്ട് നടക്കുക. ഇത് ബദർ എന്താണെന്ന് കൃത്യമായി പഠിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം അവർക്ക് ഉണ്ടാകുമായിരുന്നില്ല. മൂന്നാമത്തെ കുറേ ആളുകളുണ്ട്, എന്ത് ഒക്കെ നമ്മളുണ്ട്, ഒക്കെ പഠിച്ചോ നോക്കിക്കോളും, നമ്മളിപ്പോൾ അതിലൊന്നും ഇടപെടേണ്ടതില്ല എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അഥവാ സബബുകളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ പഠിച്ചവനോട് ശരിയാക്കിക്കോളും എന്ന് പറയുന്ന ആളുകൾക്കുള്ള മറുപടിയാണിത്. കാരണം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം നൽകിയ നസ്ർ, സഹായം നമുക്ക് നൽകും. ഇത്യാദി കുറേ കാര്യങ്ങൾ നമുക്ക് ബദറിൻ്റെ സന്ദേശമായിക്കൊണ്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായും കർമ്മപരമായിട്ടൊക്കെയുള്ള ധാരാളം കാര്യങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു വലിയ സംഭവമാണ് ബദർ എന്ന് തന്നെയാണ് നമുക്കതിലും അനുയായികൾക്കും എല്ലാവർക്കും പാഠമുള്ളൊരു വലിയൊരു കാര്യമാണ് ബദർ എന്ന് നമുക്ക് ചുരുക്കി പറയാൻ പറ്റും. അല്ലാഹു അലം. മാഷാ അല്ലാഹ്. ബദറിൽ നിന്ന് ഒട്ടനേകം ഗുണപാഠങ്ങളും അതുപോലെ തന്നെയുള്ള സന്ദേശങ്ങളും നമുക്കുണ്ട്. അതിൽ ഏതാനും ചിലതാണ് ഉസ്താദ് സൂചിപ്പിച്ചത്. അതോടൊപ്പം ഈ ബദറിനെ തെറ്റായ പ്രചാരണങ്ങൾക്കും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾക്കും ആചാരങ്ങൾക്കും എല്ലാം ഉപയോഗപ്പെടുത്തുന്നവരും നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ടത് വലിയ ഉസ്താദ് സൂചിപ്പിക്കും. തീർച്ചയായും ഇന്ന് ബദർ എന്ന് കേൾക്കുമ്പോഴേക്ക് തന്നെ ആളുകളെ മനസ്സിലേക്ക് ഓടി വരുന്നത് ബദരീങ്ങൾ ആണ്ടും നേർച്ചയും ചെമ്പും ബിരിയാണിയും, മാത്രമല്ല ബദറിൻ്റെ ബീഫ് വരെ പല ആളുകളും ഭയങ്കരമായ ഒരു സവിശേഷമായി എടുത്തു പറയുന്ന ഒന്നാണ്. ഈ പറഞ്ഞ രൂപത്തിൽ വലിയ പാഠങ്ങൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ, തവക്കുൽ വർദ്ധിക്കാൻ, അഖീദ ഒന്നും കൂടെ ശരിയാവാൻ എല്ലാമുള്ള വല്ലാത്ത ഊർജ്ജമാണ് ബദർ നൽകുന്നത്. അതിനു പകരം ആ ബദറിനെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ഷിർക്കിനും ഖുറാഫാത്തിനും എല്ലാമുള്ള ഒരു വഴിയായിട്ടാണ് ഇന്ന് പലപ്പോഴും സമൂഹത്തിലുള്ളത്. പുരോഹിതന്മാർ അല്ലെങ്കിൽ മത മേലാളന്മാരാണ് അതിനാ രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ടുവന്നത് എന്നുള്ളത് സംശയമില്ലാതെ പറയാൻ പറ്റും. അപ്പോൾ ബദരീങ്ങൾ ആണ്ട് എന്ന പേരിൽ എല്ലാ വർഷവും റമദാൻ 17-ന് മഹല്ലുകൾ തോറും എല്ലാ പള്ളികളിലും ധാരാളം മൃഗങ്ങളറുത്ത് വലിയ സദ്യയുണ്ടാക്കി ബദരീങ്ങളെ പേരിൽ എന്ന മറവിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ബലി അറക്കുക എന്നുള്ളത് ഒരു ഇബാദത്താണ്. പടച്ച റബ്ബിന് വേണ്ടി മാത്രം നിർവഹിക്കേണ്ടുന്ന ആരാധനാകർമ്മമാണ് ബലികർമ്മം. ആ ബലികർമ്മം ബദരീങ്ങളെ പേരിലേക്ക് ഇവിടെ വഴിമാറി പോകുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു ഷിർക്കായ ഒരു നടപടിക്രമമാണ് അത്. അതിനാണ് ആളുകൾ ഉസ്താദന്മാർ പറയുമ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ അതിനു വേണ്ടി ആളുകൾ മൃഗങ്ങൾ നൽകുന്നു, അത് ബലിയറക്കുന്നു, ആ മാംസം ഭക്ഷിക്കുന്നു. അത് വലിയ അപരാധമാണ് ഇസ്ലാമികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ. അതുപോലെ ബദർ മാല, ബദർ മൗലിദ്, ബദർ ബെയ്ത്തുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബദരീങ്ങളെ മദ്ഹ് എന്നാണ് പുറത്തേക്ക് പറയുക. പക്ഷേ ആ ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ഇല്ലാത്ത വ്യാജമായ കഥകൾ അവരുടെ പേരിൽ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്ന, അപ്രമാറ്റം കൽപ്പിക്കുന്ന ആശയങ്ങളെല്ലാം ഉള്ളവയാണ് ഇത്തരം ബദർ മാലകളൊക്കെ. അപ്പോൾ ബദർ മൗലിദ് എടുത്താൽ മൊത്തം നമ്മൾ പരിശോധിക്കുമ്പോൾ 6 കളവുകളാണ് ബദർ മൗലിദിൻ്റെ ഉള്ളടക്കം. ഒരു വീട്ടുകാരൻ ഹജ്ജിന് പോകുന്നു, വീട് പൂട്ടിയിട്ടാണ് പോകുന്നത്. ആ വീട്ടിൽ കുറേ സമ്പത്തുകളുണ്ട്, ഈ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യും എന്ന് ഇയാൾ ആലോചിച്ചപ്പോൾ ഇയാൾ ബദരീങ്ങളുടെ പേരെഴുതി അവിടെ തൂക്കിയിട്ടിട്ട് ഇയാൾ ഹജ്ജിന് പോയി എന്നാണ്. ഹജ്ജിന് പോയി ആ തക്കൻ നോക്കി ഇയാൾ വീട് കൊള്ളടിക്കാൻ വേണ്ടി ഒരു വലിയ കള്ളന്മാരുടെ സംഘം വരുന്നു. വീടിൻ്റെ മേലൂടെ ഇറങ്ങി അതിൻ്റെ 1-ാം നിലയിൽ അവർ വന്നിറങ്ങി. ഇപ്പോൾ താഴെ നിന്ന് പാത്രങ്ങളുടെ ശബ്ദവും ആയുധങ്ങളുടെ ശബ്ദവുമൊക്കെ ഇവർക്ക് കേൾക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ആരോ താമസമുണ്ട്, പുറത്ത് ഗേറ്റ് പൂട്ടിയിട്ടുണ്ടെങ്കിലും ഉള്ളിൽ ആരോ താമസക്കാരുണ്ട്, അതുകൊണ്ട് മോഷണം നടക്കൂല എന്ന് മനസ്സിലാക്കി അവർ തിരിച്ചു പോയതാണ്. പിന്നെ മറ്റൊരിക്കൽ ഇവർ വന്നു, അന്നും ഇതേ അനുഭവം. 3-ാമതൊരിക്കൽ വന്നു, അന്നും ഇതേ അനുഭവം. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഈ വീട്ടിൽ ആൾ താമസമുണ്ട്,
ഇവിടെ മോഷണം പറ്റില്ല. അങ്ങനെ അവർ ആ ശ്രമം ഉപേക്ഷിച്ചു എന്നാണ്. അങ്ങനെ ഇയാൾ ഹജ്ജൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഈ കള്ളന്മാരുടെ നേതാവ് വന്നിട്ട് ഇയാൾ വന്ന് പരിചയപ്പെടുകയാണ്. അത് ചോദിക്കുക, നിങ്ങൾ പോയപ്പോൾ ഇവിടെ എന്ത് സംവിധാനം ചെയ്ത്, ആരാണ് നിങ്ങൾ ഏൽപ്പിച്ചത്? ഒന്നുമില്ല, ഞാൻ വീട് പൂട്ടി പോയതാണല്ലോ. അപ്പോൾ ഇയാൾ അനുഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ബദരീങ്ങളുടെ പേരവിടെ എഴുതി തൂക്കിയിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു കാവലായിരിക്കും. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര അങ്ങനെ ഇയാൾ മുസ്ലിമായി ഇതാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ കഥ ആരാ പറഞ്ഞത്? കള്ളന്മാരുടെ നേതാവാണ്. സഹിക്കാൻ പറ്റില്ല. അതിൽ തന്നെ ആ ബദർമുഴത്തിന് പോലെ അങ്ങനെയാണ്, കള്ളന്മാരുടെ നേതാവ് പറഞ്ഞതാണ്. അപ്പോൾ കള്ളന്മാരുടെ നേതാവ് പറഞ്ഞൊരു കഥയാണ് ഇത് അടിസ്ഥാനമായി സ്വീകരിക്കുന്നത്. മറ്റത് കപ്പൽ യാത്രയിൽ കപ്പൽ കാറ്റും കൂടും വന്ന് കപ്പൽ മുങ്ങാൻ പോകുന്നു, ആകെ പ്രശ്നമായി ബഹളമായി. അങ്ങനെ എല്ലാവരും കൂടെ നിലയും വിളിയും എല്ലാം കൂടെ ആയപ്പോൾ കപ്പിത്താനുമാകെ പ്രയാസപ്പെട്ടു. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു രക്ഷയുമില്ല എന്ന് വന്നപ്പോൾ ആരോട് പറഞ്ഞു, ബദരീങ്ങളുടെ പേരിങ്ങനെ കപ്പലിൻ്റെ മുന്നിൽ കാണിച്ചാൽ മതി. അങ്ങനെ ബദരീങ്ങളുടെ പേര് പേപ്പർ എഴുതി കപ്പലിൻ്റെ മുന്നിൽ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ ഒന്നാകെ ധാരാളം ആളുകൾ കടലിലേക്ക് ഇറങ്ങി വന്നിട്ട് കപ്പൽ പിടിച്ച് അവരതൊരു സുരക്ഷിതമായി രക്ഷപ്പെടുത്തി കൊണ്ടുപോയി എന്നാണ് മറ്റൊരു കഥ. ഇങ്ങനെയുള്ള 6 കളവുകളാണ് ബദർ മൗലിദിൻ്റെ ഉള്ളടക്കം. അപ്പോൾ ബദരീകളെ മദ്ഹ് എന്നും പറഞ്ഞുകൊണ്ട് റമദാൻ മാസത്തിൽ രാവിലും പകലുമൊക്കെയായി പള്ളികളിലും വീടുകളൊക്കെ ഇരുന്നിട്ട് ഈ നുണകളാണ് ഇങ്ങനെ പാടിയും പറഞ്ഞും കൊണ്ടിരിക്കുന്നത്. അതുപോലെ ബദരീങ്ങളെ വിളിച്ചുള്ള പ്രാർത്ഥനകൾ, എന്തിനും ഏതിനും അവരെ വിളിച്ചാലും മതി എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള വ്യത്യസ്തമായ വരികൾ നമുക്ക് ബദർ മാലകളിൽ ശേഷമുള്ള മുനാജാത്തുകളിൽ എല്ലാം കാണാൻ കഴിയും. ഏറെ മികന്തുള്ള ഫെറ്റി പൊരുത്തത്തിൽ ഇന്ദർ സ്വഹാബികൾ ഫെരീനെ ചൊല്ലുകയിൽ കുറി മുടിയും മുനം ഫള്ള തന്നീന്ന് കുട്ടി ഫിറക്കരിഞ്ഞില്ല ശക്കെന്നോവർ. പ്രസവവേദനയുണ്ടെങ്കിൽ ഇവരെ പേരങ്ങ് ചൊല്ലിയാൽ മതി, എങ്കിൽ ചൊല്ലി തീരും മുമ്പ് കുട്ടി ജനിക്കും, സംശയം വേണ്ട എന്ന് പറയുന്ന വരികൾ അതിൽ കാണാം. അതുപോലെ ഏത് രോഗങ്ങൾക്കും തണ്ടം ബബാബ സൂരിയും മറ്റുള്ള ദീന മടങ്കലും ബദരീങ്ങളത് ബറക്കത്തിനാൽ ഷിഫയാക്കണ യാ റബ്ബന എന്ന് പറഞ്ഞ് ബബാ വസൂരി അടക്കമുള്ള പ്ലാഗും വസൂരിയും അടക്കം എല്ലാ രോഗങ്ങൾക്കും ഇവരെ വിളിച്ചാൽ മതി എന്ന് പറയുന്ന കാര്യങ്ങൾ. എന്നാൽ ബദരീങ്ങളിൽ പലരും പ്ലാഗ് പിടിച്ചാണ് മരിച്ചത് എന്നത് പോലും ഈ അത് ഉണ്ടാക്കിയവരോ ഇത് പാടുന്നവരോ ആലോചിക്കുന്നില്ല. അതുപോലെ ശാരീരികമായ രോഗങ്ങൾ, മാനസികമായ രോഗങ്ങൾ എല്ലാത്തിനും തടയിൽ മരീതോജിൻ ശൈത്താൻ ചതിയാലോ ദേഹം വലഞ്ഞോനി പേരിനെ ചൊല്ലുകിൽ തിരുമുനമേ ഷിഫയാകുമെന്നവർ എന്നാണ്. ശാരീരികമായ രോഗമുണ്ടായവർ, മാനസികമായ രോഗമുണ്ടായവർ, പൈശാചികമായ പ്രയാസമുണ്ടായവരൊക്കെ ഈ പേരങ്ങ് ചൊല്ലിയാൽ ചൊല്ലിത്തീരും മുമ്പ് തന്നെ ഷിഫയാകും എന്ന് പറയുന്നു. അതേപോലെ അല്ലൽ മികന്തെ കടത്തിലകപ്പെട്ടോ നസ്മാവുരത്താൽ കടം വീടുമെന്നോവർ. കടം കൊണ്ട് കുടുങ്ങിയ ആളുകളാണെങ്കിൽ ഈ പേരങ്ങ് ചൊല്ലിയാൽ അവരുടെ കടങ്ങളൊക്കെ വീടും എന്ന് പറയുന്നു. ബദരീങ്ങളിൽ പലരും കടം കൊണ്ട് പ്രയാസപ്പെട്ട ആളുകളാണ്. ഉഹദിലേക്ക് പോയ അബ്ദുള്ള മോനെ കൊണ്ടുപോകാതിരിക്കാൻ കാരണം തന്നെ പറഞ്ഞത് വലിയ കടബാധ്യതയുണ്ട്, നമ്മൾ രണ്ടുപേരും പോയി ഷഹീദായാൽ കടം വിട്ട ആളുണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ പോകാം, നീ ഈ കടം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് മകൻ ജാബിറിനെ വീട്ടിൽ നിർത്തി പാപ്പ ഉഹദിലേക്ക് പോകുന്നു, ഉഹദിൽ ഷഹീദാകുന്നു. ഒക്കെ അല്ലാതെ എൻ്റെ പേര് പറഞ്ഞാൽ മതി, ആ കടം പിടിക്കോളും എന്ന് ഭാര്യനും മക്കളും പറഞ്ഞേൽപ്പിച്ച് പോയാൽ പോരെ. ബദരീങ്ങളിൽ പലരും വ്യത്യസ്ത രൂപത്തിൽ പ്രയാസപ്പെട്ട ആളുകളാണ്. 313-315 ആളുകളാണ് ബദറിൽ പങ്കെടുത്തത്. അതിൽ 151 പേർ വ്യത്യസ്തമായ അപകടങ്ങളിലാണ് പിന്നീട് വഫാത്താകുന്നത്. ചിലർ ഉഹദിലും ശേഷമുണ്ടായ മറ്റു പല ഏറ്റുമുട്ടലിലും ഷഹീദായി. ചിലർ പ്ലാഗ് പിടിച്ച് മരിച്ചവരുണ്ട്. ചിലർ വ്യത്യസ്തമായ രോഗങ്ങളിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മിഖ്ദാദ് റളിയല്ലാഹു എന്ന ഒരാളെ തൻ്റെ എതിരാളി ഒരു വലിയ ഒരു കരിങ്കല്ല് തലയിലേക്ക് ഇട്ടിട്ട് അദ്ദേഹത്തെ വളരെ ദാരുണമായിട്ടാണ് കൊന്നുകളയുന്നത്. ചിലർ പിന്നെ ബദറിൽപ്പെട്ട പങ്കെടുത്ത ഒരു സ്വഹാബി, അദ്ദേഹത്തിന് വലിയ കുടവയറായിരുന്നു, വലിയ പ്രയാസമായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അടിമ പറഞ്ഞു, നിങ്ങളുടെ വയറ്റിൽ കൊഴുപ്പ് കൂടുതലാണ്, ഇതിനുള്ള ചികിത്സ എനിക്കറിയാം, അതുകൊണ്ട് ഞാനത് നിങ്ങളെ വയറ് കീറി ആ കൊഴുപ്പൊക്കെ ഒഴിവാക്കി തരാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് വിധേയമായി അവിടെ കിടന്നെടുത്തു. ഇദ്ദേഹം വയറ് കീറിയപ്പോൾ ആൾ മരിച്ചുകൂടി ഈ അടിമ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു പോയി. ഇതാണ് ബദറിൽ പങ്കെടുത്ത പലരുടെയും പിന്നീടുണ്ടായ അവസ്ഥകൾ. അപ്പോൾ ഇതൊന്നും അറിയാതെ ഇവരുടെ പേര് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നുമ്പോൾ ആകെ ബദറുണ്ടായത് നമ്മുടെ കടം വീടാനും നമ്മുടെ രോഗം മാറാനും നമ്മുടെ സാമ്പത്തിക അഭിവൃദ്ധിക്കും ഒക്കെയാണ് എന്ന് തോന്നുന്ന രൂപത്തിലാണ് ആളുകളെ ധാരണ. അതിനു വേണ്ടി ഉണ്ടാക്കിയ ഇത്തരം പാട്ടും പെയ്ത്തുകളും ഇത് പാടിയും പറഞ്ഞും അതിന് ഉസ്താദുമാർക്ക് പൈസ കൊടുത്തും അതിനെ പേരിൽ ധാരാളമായി ഭക്ഷണം കഴിച്ചുമൊക്കെയാണ് ഇന്ന് ബദറിൻ്റെ ആളുകൾ സ്മരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഷിർക്ക് നടക്കുന്നു, കുഫർ നടക്കുന്നു, ബദരീകളെ പേരിൽ പോലും കളവുകൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നു, അള്ളാഹു മുസ്ലിം പഠിപ്പിക്കാത്ത ഒരുപാട് ആശയങ്ങൾ ഇതിൻ്റെ ഭാഗമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഇവർക്ക് അപ്രമാദിത്വം കൽപ്പിക്കുന്ന വരികളുണ്ടാകുന്നു, ഇവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നൊരു ബദർ എന്ന് പറയുമ്പോഴേക്ക് ഇത്തരം ഒരുപാട് ചിന്തകളാണ് ആളുകളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. അതൊന്നുമല്ല ബദർ. അതോടുകൂടി റമദാൻ ആ നോമ്പിൻ്റെ പ്രതിഫലമടക്കം ബാത്തുലായി പോകുന്ന, വിശ്വാസം പോലും തെറ്റിപ്പോകുന്ന,
തെറ്റായ തലത്തിലേക്ക് ഉമ്മത്തിനെ കൊണ്ടുപോകുക യഥാർത്ഥത്തിലൂടെ ചെയ്യുന്നത്. അതിൽ നിന്നും മാറി ശരിയായ ബദരീങ്ങൾ ആരാണെന്ന് പഠിക്കുകയും ആ ബദരീങ്ങൾ ജീവിതം പഠിക്കുകയും അവരെക്കുറിച്ചുള്ള അവരുടെ ജീവിതത്തിലെ നല്ല നല്ല പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടി ഉൾക്കൊള്ളാനും പ്രാവർത്തികമാക്കാനും പരിശ്രമിക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ഏറ്റവും ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം. ഏതായിരുന്നാലും ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഈ ഒരു റമദാനിൽ ഏറ്റവും യാഥാർത്ഥ്യ ബോധത്തോടു കൂടി നമ്മൾ സമീപിക്കേണ്ട ബദറിൻ്റെ മറവിൽ നടക്കുന്ന അനാചാരങ്ങളും അതുപോലെ തന്നെ ശിർക്ക് മുതൽ ബിദഅത്ത് മുതൽ അതേപോലെ തന്നെയുള്ള ഒട്ടനവധി തെറ്റായ ചിന്തകളും പ്രചരണങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉസ്താദ് വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ നല്ലതല്ലേ വേണ്ടതല്ലേ എന്നുള്ള ചിന്തക്കപ്പുറം അത് ശരിയാണോ അല്ലേ എന്നുള്ള ആത്മാർത്ഥമായ ചിന്തയോടെ അന്വേഷണത്തോടു കൂടി ഇത്തരം തെറ്റായ പ്രചരണങ്ങളുടെയും വിശ്വാസത്തിൻ്റെയും ഭാഗത്ത് നിന്ന് മാറി ചിന്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.